Hi students, welcome to chemistry class. Today we are going to discuss about some basic concepts of chemistry, part 3. We know what is meant by matter. Matter is anything which occupies space and has mass. And we can classify the matter into different forms. And the matter possesses different properties, mainly physical properties and chemical properties. What is physical properties? The properties that can be measured or observed without changing its composition or identity are called physical properties. So here, that can be measured or observed without changing the identity of composition, without changing the identity or the composition of the substance. ഇപ്പം നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ കോമ്പോസിഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഐഡൻറ്റിറ്റി ഒന്നും ചേഞ്ച് ആവുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സോ ഇവിടെ നമുക്ക് ഡെൻസിറ്റി മെഷർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഓർഡർ, സ്മെല്ല് മെഷർ ചെയ്യാൻ പറ്റും, കളറ് മെഷർ ചെയ്യാൻ പറ്റും, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പം ഇതിലേത് നമുക്ക് മെഷർ ചെയ്താലും നമുക്കിതിനകത്ത് പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ ഐഡൻറ്റിറ്റിയിലോ ഒരു മാറ്റം വരുന്നില്ല. സോ സച്ച് പ്രോപ്പർട്ടീസ് ആർ കോൾഡ് physical properties. Then we can have chemical properties. What is meant by this chemical properties? The chemical properties, during its measurement, there is a chemical change occurs. സോ നമ്മൾ ഡെൻസിറ്റി ഒക്കെ മെഷർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ബോയിലിംഗ് പോയിന്റ് മെഷർ ചെയ്യുമ്പോൾ ആ ഒരു സബ്സ്റ്റൻസിൻ്റെ ഐഡൻറ്റിറ്റിയിൽ മാറ്റം വരുന്നില്ല. ബട്ട് ഇപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഡ്യൂറിങ് ഇറ്റ്സ് മെഷർമെൻറ്റ് chemical reactions occurs, അല്ലെങ്കിൽ chemical changes occurs. So all chemical reactions are examples for chemical properties. So during the chemical reaction, there is changes occurs. And we can measure some of the important properties of the matter now. The first important property, that is mass. Then you know what is meant by mass? That is the amount of substance or the amount of matter present. What is mass? Mass of a substance is the amount of matter present. ഇപ്പോൾ ഒരു സബ്സ്റ്റൻസിൻ്റെ അത് എത്ര മാറ്റർ അടങ്ങിയിട്ടുണ്ട് അതാണ് മാസ് എന്ന് പറയുന്നത്. ആൻഡ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് കോൺസ്റ്റൻറ്റ്. എന്താണ് മാസിൻ്റെ പ്രത്യേകത? ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. ഒരിക്കലും ഇത് മാറുന്നില്ല. വാട്ട് ഇസ് എ SI യൂണിറ്റ് ഓഫ് മാസ്? ദാറ്റ് ഈസ് ഓൾവേസ് എക്സ്പ്രസ്ഡ് ഇൻ കിലോഗ്രാംസ്. സോ ദിസ് ഈസ് 7 ബേസിക് SI യൂണിറ്റ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതിനകത്ത് ഒരെണ്ണമാണ് മാസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ യൂണിറ്റ്? ദാറ്റ് ഈസ് ഓൾവേസ് എക്സ്പ്രസ്ഡ് ഇൻ കിലോഗ്രാംസ്. ആൻഡ് ദർ ഈസ് അനദർ ടേം റിലേറ്റഡ് ടു ദിസ് മാസ്, ദാറ്റ് ഈസ് വെയ്റ്റ്. സോ വാട്ട് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ മാസ് ആൻഡ് വെയ്റ്റ്? Weight is the force exerted by gravity on an object. What is weight? That is the force exerted by gravity. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ് ഒരു ഒബ്ജക്റ്റിന് വെയിറ്റ് ഉണ്ടാവുന്നത്. സോ നമുക്ക് വെയിറ്റ് എന്ന് പറയുന്നത് that depends upon the force due to gravity. So it varies from place to place. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറഞ്ഞ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ വെയിറ്റിൽ വ്യത്യാസം വരും. ഫോർ എക്സാമ്പിൾ നമ്മൾ സ്പേസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ വെയ്റ്റ്ലെസ് ആയിട്ടാണ് നടക്കുന്നതെന്ന് പറയും. ഇപ്പോൾ ഇവിടെ 50 കിലോഗ്രാം ഉള്ള ആൾ സ്പേസിൽ പോയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ 50 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരാൾ സ്പേസിൽ പോയി കഴിയുമ്പോഴത്തേക്ക് അവരുടെ വെയിറ്റ് വളരെ കുറയും. കാരണം എന്താണ്? അവിടെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി വളരെ കുറവാണ്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് നില്ലെന്ന് തന്നെ പറയാം. സോ അവിടെ ഒരു വെയിറ്റ് ലോസ് അനുഭവപ്പെടും. സോ വെയിറ്റ് മാസ് നമ്മൾ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് mass is constant. What about weight? That changes from place to place. Okay. Then the second important property, that is density. This is the second important property. What is meant by density? Density of a substance is the amount of mass per unit volume. Amount of mass per unit volume and density, or the equation is here. Density is equal to mass by volume. How do you express the mass? Mass always in kilograms according to SI system. And what about the unit of volume? Volume is a non-SI unit, and we can derive a unit for volume. How do you derive unit for volume? That is from the unit of length. Or what is volume? V is equal to length into breadth into height.
but length is always expressed in meters, breadth always in meters, and height always in meters. So what is the unit of volume? That is equivalent to meter cube. So what is the unit of density? That is equivalent to kilogram divided by meter cube ആണ്, or that is always expressed in kilogram per meter cube. So that is the unit of density. And we can have the third important property of matter, that is temperature. ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതിനകത്ത് നമ്മൾ മെയിനായിട്ട് മൂന്നെണ്ണമാണ് ഇവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ തേർഡ് വൺ ഇസ് ടെമ്പറേച്ചർ. വാട്ട് ഇസ് meant by temperature? ദാറ്റ് ഇസ് ദ ഡിഗ്രി ഓഫ് hotness of a body ആണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ഡിഗ്രി ഓഫ് hotness of a body. And there are mainly three different methods to express the temperature. The one is degree Celsius, and the second one is degree Fahrenheit, and the third one is Kelvin. The Kelvin is most common for us, and that is a SI unit. Kelvin എന്ന് പറയുന്ന SI യൂണിറ്റ് ആണ്. സ്റ്റാർട്ടിങ് ഫ്രം 0 Kelvin. Kelvin നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന 0 Kelvin നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്ന Kelvin സ്കെയിൽ. ആൻഡ് 0 Kelvin is equivalent to minus 273.15 degree Celsius. So 0 Kelvin is equal to minus 273.15 degree Celsius നോട് ഈക്വലൻ്റ് ആണ്. സോ കെൽവിൻ സ്കെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? 0 Kelvin നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ സാധാരണ 0 വാല്യൂസ് ഉണ്ട്, പോസിറ്റീവ് വാല്യൂസ്, നെഗറ്റീവ് വാല്യൂസ് എക്സ്പ്രസ് ചെയ്യും. വാട്ട് അബൌട്ട് ദ ഫാരൻഹീറ്റ്? ദാറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ദാറ്റ് സ്റ്റാർട്ട് ഫ്രം 32 degrees to 212. ഫാരൻഹീറ്റിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? 32 നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 212 വരെയാണ് സാധാരണ അത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. How we can convert degree Celsius into Kelvin scale? Here the equation. ഡിഗ്രി സെൽഷ്യസിലുള്ളതിനെ നമുക്ക് കെൽവിൻ സ്കെയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും? ആ ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചറിനോട് കൂടി നമ്മൾ എന്ത് ചെയ്താൽ മതി? 273 ആഡ് ചെയ്യാം. then you will get the temperature in Kelvin scale. For example, നമുക്ക് 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കാം നമ്മുടെ ഡിഗ്രി സെൽഷ്യസിലുള്ള വാല്യൂ. How will you convert this into Kelvin scale? This can be converted into Kelvin scale by adding 273.15 exactly. So you will get the temperature in Kelvin scale that will be equivalent to 373.15, that much Kelvin. Okay, so how will you convert this into Kelvin? Adding 273.15. Similarly, we can convert degree Celsius into Fahrenheit also. Here the equation. You can multiply that with 9/5. Here the factor 9/5. നമുക്കുള്ള ടെമ്പറേച്ചർ എത്രയാണ്? ഇപ്പോൾ 10 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 9 divided by 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. Then you add 32 to that. Then you will get the temperature in Fahrenheit. So ഫാരൻഹീറ്റിലുള്ള ടെമ്പറേച്ചർ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചറിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 9 divided by 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. Then add 32 to that. And you will get the temperature in Fahrenheit. So these are the scales that is used to express the temperature. So these are the main three important properties. Now we are going to discuss with the laws of chemical combinations. We know that most of the elements exist in combined state, not in the pure state. For example, the hydrogen and oxygen, they exist in the form of water. That is the common compound of hydrogen and oxygen. ഏറ്റവും മോസ്റ്റ് അബൻഡൻറ്റ് മെറ്റീരിയൽ ആണ്. മോസ്റ്റ് അബൻഡൻറ്റ് എന്ന് തന്നെ പറയാം. നമുക്ക് വാട്ടർ എന്ന് പറയുന്നത് വളരെയധികം ഉള്ളൊരു കോമ്പൗണ്ടാണ്. So instead of existing as hydrogen and oxygen, the hydrogen and oxygen exist as water. Why it happened? We know that for the stability. And behind the combination there are some laws. And those laws are called laws of chemical combinations. And we can have 5 laws related to this. The one is law of conservation of mass. Here it is given, law of conservation of mass. Then the second one is law of definite proportion. Third one, law of multiple proportion. And Gay-Lussac's law of combining volumes and Avogadro's law. So discuss one by one. So the first law, that is law of conservation of mass. Who proposed this law? That is Antony Lavoisier. And we can have some examples here. Example, when carbon combines with oxygen, you will get the answer like carbon dioxide, isn't it?
carbon combines with oxygen to give carbon dioxide. And carbon is in solid state, oxygen in the gaseous state. What about carbon dioxide in the gaseous state? We can compare the mass relationships. 12 grams of carbon combines with 16 plus 16, that is 32 grams of oxygen gives 12 plus 32. 12 plus 32 grams of oxygen. So that is equivalent to 44 grams of carbon dioxide. So 12 plus 32, that is the total mass of the reactants. And here this carbon and oxygen, they are called reactants. And here it is product. So reactants combine to give products during a chemical reaction. And here 12 grams plus 32 grams, totally 44 grams combine to form 44 grams of carbon dioxide. Or you can write 44 grams of reactants give 44 grams of products. Or mass of the reactant is equal to mass of the products. So mass of the reactant is always equal to mass of the products. സാധാരണ നമ്മൾ വീട്ടിലൊരു സാധനം ഒരു ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് അവിയലാണെന്ന് വിചാരിക്കും. അവിയലാണെങ്കിൽ നമ്മളൊരു 5 പേർക്കുള്ള അവിയലാണെങ്കിൽ അതിന് കണക്കിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ എടുക്കണം. സോ ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 പേർക്കുള്ള അവിയൽ കിട്ടും. അതേസമയം നമ്മൾ 2 പേർക്കുള്ള അവിയലാണ് എടുക്കുന്നതെങ്കിൽ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കുന്നത്, അതിന് കണക്കിനുള്ള സംഭവം നമുക്ക് ഉണ്ടാവുള്ളൂ. സോ എപ്പോഴും നമ്മൾ എടുക്കുന്ന എത്രയാണോ അതിന് കണക്കിനാണ് നമുക്ക് പ്രോഡക്ട്സ് കിട്ടുന്നത്. സോ മാസ് ഓഫ് ദി റിയാക്ടൻസ് എത്രയാണോ അതിന് കണക്കാണ് മാസ് ഓഫ് ദി പ്രോഡക്ട്സ് ഫോം ചെയ്യുന്നത്. സോ അക്കോർഡിംഗ് ടു ദിസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, നമ്മൾ എത്രയാണോ റിയാക്ടൻസ് എടുക്കുന്നത് അത്ര തന്നെ പ്രോഡക്ട്സ് കിട്ടുമെന്നാണ് പറയുന്നത്. So always there is chemical reactions occurs, and during all chemical reactions there is no change in the net mass of the universe. Mass of the reactant is always equivalent to mass of the product. One form of matter can be converted into another form. അപ്പോൾ മാറ്ററിനെ നമുക്ക് വേറെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. There is no change in the net mass. That is given by law of conservation of mass. That is, matter can neither be created nor destroyed. Matter can neither be created nor destroyed. ഇപ്പോൾ എത്ര കെമിക്കൽ റിയാക്ഷൻസ് നടന്നാലും എന്തൊക്കെ ചേഞ്ചസ് യൂണിവേഴ്സിൽ നടന്നാലും there is no change in the net mass. The total mass of the universe is constant. And that is given by Anthony Lavoisier as in the form of law of conservation of mass. We can define law of conservation of energy. We know that law of conservation of energy is there. What is the statement? Energy can neither be created nor destroyed. Similarly here, law of conservation of mass, matter can neither be created nor destroyed. Okay. Then the second law that is given by Joseph Proust. This is given by Joseph Proust, law of definite proportion. And what is given in law of definite proportion? We have water. You can take a little water from here or from anywhere in the world for drinking purpose. But always water, its properties are similar. If it is water, its properties, its color, its smell, everything will be same. If it is pure water. സോ ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ യൂണിവേഴ്സിൽ എവിടെയാണെങ്കിലും ആ കോമ്പൗണ്ടിൻ്റെ കോമ്പോസിഷൻ അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം സെയിം ആയിരിക്കും. ദറ്റ് ഈസ് ഗിവൺ ബൈ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ആൻഡ് ദെയർ കോമ്പോസിഷൻ ഓൾസോ ഫിക്സ്ഡ്. ഇതിൻ്റെ കോമ്പോസിഷൻ ഫിക്സ്ഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ കാർബൺ ഡയോക്സൈഡ്. What about carbon dioxide? What about their mass ratios? Carbon 12 grams. What about oxygen? That is 16 plus 16, 32 grams. The total mass is always 44 grams. What about their mass ratios? 12 is to 32. So its composition is fixed. No change in the composition if it is carbon dioxide.
So same compound always contain the same elements. Here it is carbon and oxygen combined in the same fixed proportion by mass. So carbon and oxygen combined in the same fixed proportion by mass. And then it is carbon dioxide. If the combination is different, you will get another compound. So for a particular compound, the composition is same. That is given by law of definite proportion. The statement is like this. The statement is given like this. The same compound always contain the same elements combined in the same fixed proportion by mass. Or the statement is like this. For a given compound, always contain exactly the same proportion of elements by weight. That is given by Joseph Proust. So you can take any compound in the universe. It has a fixed composition or a definite composition. And the third law, that is law of multiple proportion. We can have some examples. Here are the example. See carbon, which combines with half O2. You will get the answer like this. Half O2 means it is one oxygen. Answer is carbon monoxide. A solid, gas, gas. The same carbon combines with one molecule of O2 gives carbon dioxide. So the same elements carbon and oxygen combine to form two different compounds, carbon monoxide and carbon dioxide. What about their mass ratios? 12 grams of carbon combines with 16 grams of oxygen to give carbon monoxide. What about carbon dioxide? 12 grams of carbon combines with 16 plus 16, that is 32 grams of oxygen to give carbon dioxide. So here the mass ratios of carbon is fixed. That is same. What about oxygens? It has different mass ratios, isn't it? One is 16, the other one is 32. So you can compare the mass ratios of oxygen here, that is in different ratios, and you can have the mass ratios of oxygen, which is equivalent to, what is the mass ratio? That is equivalent to 16:32. And this will be a simple whole number ratio because we can divide this with the 16. So this will be equivalent to 1, 16 by 16, 1, 32 by 16, that is equivalent to 2. This will be a simple whole number ratio. That is given by law of multiple proportion. Here the ratio, the mass ratio of carbon, that is 12:16. The mass ratio of carbon and oxygen, here it is 12:32. And what is the mass ratio of the oxygens? That is equivalent to 16:32. 12 and 12 are fixed here. So how will you give the statement for the law of multiple proportion? When two elements combine to form more than one compound. Here, the two different elements, carbon and oxygen, combine to form more than one compound, carbon monoxide and carbon dioxide. The different masses of one of the element, here it is oxygen, combined with the fixed mass of the other, that is, here it is carbon, are in a simple ratio. Here the mass ratios of the element with the different masses, they are in a simple ratio, that is 1:2. That is a statement. So how will you give the statement for the law of multiple proportion? See the statement. When two elements combine to form, if two elements combine to form more than one compound, when two elements combine to form more than one compound, the masses of one of the element combine with the fixed mass of the other element. Here you can add the different masses of one of the element. Here you can add the different masses of one of the element combined with the fixed mass of the other are in a simple
whole number ratio. Okay, clear? And who proposed this law? That is John Dalton. And we can have some more examples. What about H2O and H2O2? See, here H2 and H2 having same mass ratios. What about oxygen and oxygen? With the different masses. So what about their ratios? You can write their ratios here. What about their ratios? Oxygen with the 16 and in the second case oxygen with the 32. What about their mass ratios? That is equivalent to 1:2, again a simple whole number ratio. Okay. What about NO and NO2? Another pair. This is one pair. Then second pair NO and NO2 having two different elements but form two different compounds. Then nitrogen, only one nitrogen in both the compounds with the same mass 14, that combined with the second element, that is oxygen, with the two different masses. Again O and O, again 16:32. And what about their mass simplified ratio? That is equal to 1:2, again a simple ratio. Like that you can generate more examples for this, for to explain this law. So what is the statement? When two elements combine to form more than one compound, the different masses of one of the element combined with the fixed mass of the other are in a simple whole number ratio. And the fourth law, that is given by Gay-Lussac. Joseph Louis Gay-Lussac, who proposed this law, Gay-Lussac's law of combining volumes. And this law can be applied only for gaseous reactants and products. We can have an equation to explain the reaction for gases that can give gaseous products. See the example, the combination of nitrogen with hydrogen. What is the product obtained? As the common product is ammonia, isn't it? Nitrogen is gas, hydrogen is gas. What about ammonia? Again gas, isn't it? So how will you balance this equation? Here 2 nitrogen, here only 1, so you multiply this with the 2. So then now it becomes 6, so you can multiply this with the 3, isn't it? N2 plus 3H2 gives 2NH3, that's a basic equation. And here both the reactants are gases and the product also gas. In such cases we can compare their volumes. And what about their mole relationship? 1 and 2 combines with 3 hydrogen to give 2 ammonia. So the ratio is like this, 1:3:2, isn't it? So if all are gases, we can compare their volumes also. So if it is 1 liter nitrogen, that requires 3 liters of nitrogen to give 2 liters of ammonia. If it is 500 milliliters of nitrogen, that require 3 into 500 ml hydrogen, which can produce 2 into 500 ml ammonia. That is a relationship. So you can compare this with their volumes. You can compare, you can make a relationship between the volumes. How will you make the relationship? How will you make the relationship here? You can compare if there is 1 volume of hydrogen, 1 volume of nitrogen. If it is 1 volume of nitrogen, that require 3 volumes, 3 times of that of hydrogen. 3 volume of hydrogen, which can produce 2 volumes of ammonia. So there exists a simple ratio between the volumes of reactants and products. So what about the ratio of volumes of reactants and products? Ratio of volumes of reactants and products, that is equivalent to 1:3 for the reactants and 2 for the products. So 1:3:2, that is the ratio of volumes.
And this will be a simple ratio according to the Gilbey cycle at constant temperature and pressure. The condition is here. So this law can be applied only for, firstly, only for gases at the same temperature and pressure. And if the condition is like this, there exists a simple ratio between the volumes of reactants and products. That is the Gay-Lussac's law. Okay, so how will you give the statement for the Gay-Lussac law? There are different statements given. Here one statement: when gases combine or are produced in a chemical reaction, they do so in a simple ratio by volume, provided all gases are at same temperature and pressure. ഇങ്ങനെ വേണം നമുക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? When gases combine to give gaseous products, there exists a simple ratio between the volumes of reactants and products at constant temperature and pressure. So that is a statement for the Gay-Lussac's law. Then pass on to the next law, that is Avogadro's law. That is the last law. I will explain the Avogadro's law. See here the condition. If we are taking 22.414 liters of hydrogen, what is the speciality of this volume? That is called molar volume, isn't it? This is called molar volume. And what is the speciality of this? This is one equivalent to 1 mole. 1 mole നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നുള്ളൂ. You know what is meant by 1 mole. But that consists how many particles? 6.022 into 10 raised to 23 molecules of hydrogen, isn't it? And if you're taking another case, 22.414 liters of oxygen. Again, it is molar volume. So that may consist the same number of particles, that is equivalent to 6.022 into 10 raised to 23 molecules of oxygen. So two different cases here. Two different cases. 22.414 liters of hydrogen, which consists 6.022 into 10 raised to 23 molecules of hydrogen, and 22.414 liters of oxygen that also contain the same number of molecules, that is equivalent to 6.022 into 10 raised to 23 molecules of oxygen. Okay, so what about here? This is a particular volume. This is volume. And what about this? This is also volume. Same volume. The same volume contains the same number of particles, 6.022 into 10 raised to 23. Here also 6.022 into 10 raised to 23 molecules. So if the volume is same, it consists the same number of particles. So what is the relationship between the two? The volume is directly proportional to the number of particles. In case of gases. And there is one thing, at the same temperature and pressure, or at constant temperature and pressure. See, the temperature and pressure are constant. The volume of a gas is directly proportional to the number of particles. Okay, or the number of particles are directly proportional to the volume. That is given by Gay-Lussac's law. So what is the relationship? There is equal number of particles if there are equal volumes, or equal volumes contain equal number of particles. That is given by Avogadro's law. Here, equal volumes contain equal number of molecules. What is the statement? Equal volumes contain equal number of particles. For gases. What is the condition? What is the condition that is given here?
the same temperature and pressure. ഈ മൂന്ന് കാര്യങ്ങളും കൂടി ചേർന്നാൽ ലോ ആയി. എങ്ങനെ അവഗാഡ്രോസ് ലോ നമ്മൾ സ്റ്റേറ്റ്മെന്റ് പറയും? ഫസ്റ്റ് നമ്മൾ എന്ത് ഓർക്കുക? ഇറ്റ് ഇസ് ഓൺലി ഫോർ ഗ്യാസസ്. നമ്മൾ പറഞ്ഞ 2 ലോസ് ആണ് ഗ്യാസസിന് മാത്രമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന. ഏതൊക്കെ ലോസ് ആണ്? Gay-Lussac's law of combining volumes, and also this Avogadro's law. And here the statement, I will study this. For gases, that is the condition. What about the main core of the statement? Equal volumes of gases contain equal number of molecules. Condition, at the same temperature and pressure. Who proposed this law? Avogadro's law. നമുക്കറിയാം അവഗാഡ്രോസ് കോൺസ്റ്റന്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അവഗാഡ്രോസ് ലോയൊക്കെ നമുക്കറിയാം, നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. സോ നമ്മൾ മെയിനായിട്ട് ഇവിടെ 5 ലോസ് ആണ് പഠിച്ചിരിക്കുന്നത്. ഈ 5 ലോസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എല്ലാ കെമിക്കൽ കോമ്പിനേഷൻസും നടക്കുന്നത്. Now we are going to discuss with the Dalton's atomic theory. Because atoms and molecules form the basis of chemistry. If there is no atoms and molecules, there is no basis for the chemistry. And who proposed the term atom? That is Dalton. John Dalton proposed the term atom. And the atom is from the Greek word. The term is atomio. Meaning is indivisible. This is indivisible. What is meant by divisible? Indivisible. Cannot be divided. This cannot be divided. That is why, according to Dalton, the atoms are indivisible at that day. And according to Dalton, all matter, all forms of matter consist indivisible atoms. So according to Dalton, matter consists indivisible atoms. So it is believed that at that day atoms are indivisible. That is why Dalton proposed like this. And according to him, atoms of same elements are alike or identical in all their properties. For example, atoms of chlorine, all are alike. Atoms of nitrogen, according to him, all are identical. Atoms of bromine, all are identical, according to Dalton. And according to Dalton, atoms of different elements are different in all respects, including their mass. Means atoms of chlorine is different from that of atoms of nitrogen. And atoms of bromine is different from that of atoms of hydrogen. So atoms of same elements are identical and atoms of different elements are different, according to Dalton. And according to Dalton, atoms combine to form compounds. According to him, the third important proposal is about the compounds. What is meant by compounds? The compounds are formed when atoms of different elements combined in a fixed ratio. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെയാണ്. That is given by law of definite proportion. The compounds have a fixed proportion. So that is given by John Dalton at that days itself. That is a big move from the part of Dalton. That was a big move. And John Dalton proposed that what is meant by a compound? What is a compound? That is formed when atoms of different elements combined in a fixed ratio. And the fourth point, according to him, all chemical reactions involves reorganization of atoms. There is no destroyal or production of new atoms during chemical reactions. So Dalton പറഞ്ഞിരുന്നത് ഇതാണ്, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ only if there is some rearrangement. For example, കാർബൺ ഓക്സിജനും കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈഓക്സൈഡ് ആയിട്ട് മാറുന്നു. കാർബണിന്റെ ആറ്റംസിന് ദർ ഇസ് നോ ലോസ് ഫോർ ദ ആറ്റംസ്, ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ആറ്റംസ്. ആൻഡ് ഓക്സിജൻ, ദർ ഇസ് എക്സിസ്റ്റൻസ് ഓഫ് ഓക്സിജൻ ആറ്റംസ്, but there is some rearrangements takes place between these two atoms.
to get this carbon dioxide. You know that some sharing, some transfer of electrons like that. നമ്മൾ പഠിച്ചിട്ടുണ്ട് അയണിക് ബോണ്ടിങ്, കോവലന്റ് ബോണ്ടിങ്, മെറ്റാലിക് ബോണ്ടിങ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ചെറിയ അറേഞ്ച്മെന്റ്സ് മാത്രമേ, റീഅറേഞ്ച്മെന്റ്സ് മാത്രമേ നടക്കുന്നുള്ളൂ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സോ ദർ ഈസ് നോ change in the identity of the atoms. So atoms are neither created nor destroyed according to Dalton. So that is given the last point. Chemical reactions involve reorganization of atoms, and atoms are neither, these means atoms are neither created nor destroyed in a chemical reaction. So ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ആറ്റംസ് ഉണ്ടാവുന്നുമില്ല, പുതുതായിട്ടുണ്ടാകുന്നുമില്ല, നശിപ്പിക്കാനും പറ്റില്ല. വി കനോട്ട് ഡിസ്ട്രോയ് ദ ആറ്റംസ്. So these are the main points given in Dalton's atomic theory, and that is proposed in 1808. But there are some modifications in the Dalton's atomic theory. We know that nowadays from the discovery of protons, neutrons and electrons, the atoms are divisible, or the atom consists protons, neutrons and electrons can be divided, and the protons, neutrons, electrons, they are also can be divided, that still contain quarks as the basic units. They're made up of quarks. Okay, then what about the second point? So this first point, some difference, some mistakes in the first point. Atoms are divisible. That is given in the modern atomic theory. So instead of Dalton's atomic theory, now there is modern atomic theory where the atoms are divisible. Okay. Then the second point, atoms of the given element have identical properties. According to him, atoms of the same elements are alike. But what about isotopes? Isotopes. For example, hydrogen have 3 isotopes, 1H1, 1H2 and 1H3, tritium. So protium, deuterium and tritium, there is 3 types of isotopes with different mass numbers. So these are not alike. So according to Dalton, all atoms of the same elements are alike. But nowadays it is clear that there is some difference due to the discovery of these isotopes. What about isobars? Isobars. Carbon with atomic number 14 is there, and nitrogen with atomic number 14 is there. These are with the different atomic numbers but with the same mass numbers. So mass numbers are same aanu. So different atoms of different elements with the same mass numbers, they are called isobars. So it is clear that from the discovery of isotopes and isobars, there are atoms with atoms of different same elements may have different mass numbers, and atoms of different elements may have same mass numbers. Okay, according to Dalton, see the point, what is given by Dalton. Atoms of the same elements are alike and atoms of different elements are different. But nowadays it is clear that atoms of the same elements may different and atoms of the different elements may have the same mass. Okay, clear? That's the second point, the correction in the Dalton's atomic theory. And according to Dalton, the compounds are in a fixed ratio. But whole number ratio എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. But nowadays there are compounds with fractional ratios. ഫ്രാക്ഷണൽ ആയിട്ടുള്ള റേഷ്യോസ് ഉള്ള കോമ്പൗണ്ട്സും ഉണ്ട്, ഇപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ദർ ഇസ് സം ഡിഫെക്റ്റ്. ആൻഡ് ദ ഫോർത്ത് പോയിന്റ്, വി ക്യാൻ കൺവേർട്ട് വൺ ആറ്റം ഇൻ ടു അനദർ. ന്യൂക്ലിയർ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് വി ക്യാൻ കൺവേർട്ട് ആറ്റംസ് ഇൻ ടു അനദർ ആറ്റം, വൺ ആറ്റം ഇൻ ടു അനദർ ആറ്റം. That also happen now. So there are some modifications in the Dalton's atomic theory, and the new theory proposed is called modern atomic theory. Okay, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, then 5 laws of chemical combinations,
and lastly the Dalton's atomic theory. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ.